ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് 1938 നാഷണൽ ഹെറാൾഡ് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് കമ്പനിയാണ്. അങ്ങനെയാണ് ഓഹരികളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ടിരുന്നത്. അന്ന് 5000 സ്വാതന്ത്ര്യ സമര സേനാനികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഓഹരിയാണ് കൃത്യമായി അവിടെ ശേഖരിച്ചതും. 2008 ആയപ്പോൾ കമ്പനി വൻ നഷ്ടത്തിലാവുകയും കമ്പനി പൂട്ടുകയും ചെയ്തു. 2010 അത് റീഓപ്പൺ ചെയ്തു. യങ് ഇന്ത്യ എന്ന പേരിൽ അതിനകത്ത് 76% ഓഹരികൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് 2000 കോടി രൂപ ഷെയർ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്ന് കബളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ED അന്വേഷണം ഊർജിതപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ ഇതിനകത്തുള്ള യാഥാർത്ഥ്യമെന്ന് പറയുന്നത് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ രൂപ പോലും രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ ഷെയർ ട്രാൻസാക്ഷൻ വഴി തട്ടിപ്പ് നടത്താനോ കഴിയുന്ന തെളിവുകളില്ല. ഇതൊരു ഊഹാപോഹം മാത്രമാണ്. യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ 76% ഓഹരികളും ഇവരുടെ രണ്ടുപേരുടെയും പേരിലാണ്. ബാക്കി 24% ഓഹരി ഓസ്കാർ ഫെർണാണ്ടസ് അടക്കമുള്ളവരുടെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ കമ്പനിയാണ് ഉള്ളത്. ഇവിടെ 5000-ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിനെ ചതിക്കുകയാണ് ചെയ്തതെന്നും 5 ലക്ഷം രൂപയ്ക്കാണ് ഓഹരി മൊത്തത്തിൽ വാങ്ങിയതെന്നും പറയുന്നു. യഥാർത്ഥത്തിൽ 2000 കോടിയിലധികം മൂല്യമുള്ള ഓഹരിയാണ് എന്നാണ് ഇപ്പോൾ വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്നത്. സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഈ കേസ് മൂവ് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ വിദേശ നിക്ഷേപം നിഴൽ കമ്പനികളിലൂടെ ഓഹരിയിൽ നടത്തിയിരിക്കുന്ന തട്ടിപ്പ് മാധവി പുരൂപിച്ചടക്കമുള്ളവർ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം പാർലമെന്റിൽ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഓഹരി വിപണിയിൽ കൃത്രിമമായിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിപൂർണമായ അറിവോടുകൂടിയാണെന്നും ഇതിന് കുടപിടിക്കുന്നത് ധനകാര്യ വകുപ്പ് തന്നെയാണ് എന്ന ബോധ്യമുള്ളപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊടുക്കാൻ ഇതിലും മികച്ചൊരു വഴി നാഷണൽ ഹെറാൾഡ് അല്ലാതെ മറ്റൊന്നില്ല എന്ന കേന്ദ്രത്തിന്റെ ബോധ്യമാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഇതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. തനിക്കെതിരെ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് ED ഇതിനു മുമ്പും അന്വേഷണം നടത്തിയതാണ്. അവർ ചോദ്യം ചെയ്ത് ആകെ ക്ഷീണിതരായപ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു കൂസലുമില്ലാത്തത് എന്താണ്? നിങ്ങൾക്ക് അല്പം പോലും ഭയമില്ലേ എന്നും ചോദിച്ചു. ഇനി ED വരുമ്പോൾ അവർക്കുള്ള ചായയും ബിസ്ക്കറ്റും ക്ഷീണിതരാകുമ്പോൾ തയ്യാറാക്കി വയ്ക്കാമെന്നൊരു മറുപടിയാണ് മാധ്യമങ്ങളിലൂടെ രാഹുൽ ഗാന്ധി കൃത്യമായി കൊടുത്തത്. ഈ രാജ്യത്ത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിനെ താറടിക്കാനുള്ള രാഷ്ട്രീയപരമായ ശ്രമത്തെ നിർവീര്യമാക്കാൻ പല കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ വീഴുമെന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ പിടിച്ചു നിർത്താനുള്ള ഏകമാർഗം പുകമറ സൃഷ്ടിക്കലാണ്. നാഷണൽ ഹെറാൾഡ് അതിനുവേണ്ടിയുള്ള ഒരു കച്ചിത്തിരുമ്പ് മാത്രമാണ്. എന്നാൽ അവിടെയും കേന്ദ്രം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്.